എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളത്തിൽ പൊരിഞ്ഞ ചർച്ച നടക്കുകയാണല്ലോ. ദേശീയ പതാകയെക്കുറിച്ചും അതായത് ഭഗവ പതാകയെക്കുറിച്ചും ഭാരതമാതാവിനെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച. അപ്പോൾ ആ ചർച്ച പല ചാനലുകളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ചാനലിലെ ചർച്ച യാദൃശ്ചികമായി അല്പം കണ്ടത്, അതിലെ വലിയ അവതാരകയായിട്ട് ഇരിക്കുന്ന മഹതി വലിയ വിദ്യാഭ്യാസം കിട്ടിയവരാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഭഗവ പതാകയെന്നോ ഭഗവധ്വജമെന്നോ ഒന്ന് കൂട്ടിപ്പറയാൻ അവർക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അതെല്ലാം തെറ്റിപ്പോവുകയാണ്. 4 അക്ഷരം കൂട്ടിപ്പറയാൻ കഴിയാത്തവരാണെങ്കിലും അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഘോരഘോരം പക്ഷെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഭഗവധ്വജം RSSൻ്റെ അല്ലേ, ദേശീയ പതാക വേറെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദേശീയ പതാക അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ വാഗ്വാദം നടത്തുന്നു എന്ന മട്ടിൽ അവർ ഒരു വാക്ക് കൂട്ടിപ്പറയാൻ അറിയാത്തവരാണ്. അത്രയും ദയനീയമാണ് അവരുടെ അവസ്ഥ. പക്ഷേ അവരുടെ അഹങ്കാര വാക്കുകൾക്ക് ഒരു ശക്തിക്കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അവർ പറഞ്ഞ പ്രധാന കാര്യം ഭഗവ പതാക ദേശീയ പതാക എന്നുള്ളത് RSSൻ്റെയാണ്, ഭാരതമാതാവ് എന്ന സങ്കല്പം RSSൻ്റെയാണ്. അതുകൊണ്ട് അതൊക്കെ വേറെയാണ്, മറ്റുള്ളവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ ആവശ്യമില്ല. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അതും അവർക്ക് പറയാൻ കഴിയുന്നില്ല. അതൊക്കെ RSSൻ്റെയാണ്, ഭാരത് മാതാ കി ജയ്, അല്ലാതെ ഒരു മുദ്രാവാക്യം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ വാഗ്വാദം നടത്തുന്നത് അത്രേ ഒരു അല്പമേ കണ്ടുള്ളൂ. കാണാനിടയായി, അവരുടെ അഹങ്കാരവും കാണാനിടയായി. അപ്പോൾ ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ഈ ഭഗവ പതാക എന്നോ ഭഗവധ്വജം എന്നോ പറയുന്നത് അതുണ്ടാക്കിയത് RSS അല്ല എന്ന സാമാന്യ ബുദ്ധിയെങ്കിലും ഈ ചാനലുകളുടെ തലപ്പത്തിരുന്ന് വലിയ ഗർജനങ്ങൾ നടത്തുന്ന ഈ മാപ്രകൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കണം, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കണം. അവരുടെ അഹങ്കാരം കൊണ്ട് അറിവില്ലായ്മ ഇങ്ങനെ വിളിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഏതായാലും ഈ കാവി പതാക ഉണ്ടായത് എങ്ങനെയാണ്, നിശ്ചയിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച്, ദേശീയ പതാകയുമായിട്ട് അതിനുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രം. കാരണം കാവി പതാക എന്നുണ്ടായി എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. എത്ര 1000 കൊല്ലമായി ഭാരതത്തിൻ്റെ ധ്വജമായി കാവി പതാക ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി. അപ്പോൾ അതിൻ്റെ ചരിത്രമോ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ദേശീയ പതാക എങ്ങനെ ഉണ്ടായി, ഇന്ന് കാണുന്ന ത്രിവർണ്ണ പതാക എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. 1920-21 കാലത്ത് ആന്ധ്രയിൽ നടന്ന കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ അതിനു മുൻപ് തന്നെ ദേശീയ പതാക ഒരെണ്ണം ഉണ്ടാക്കണം എന്നൊരാവേശത്തിൽ ഒരു യുവാവ് ആന്ധ്രയിൽ പലരെയും സമീപിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ യുവാവിൻ്റെ പേര് പിങ്കളൈ വെങ്കയ്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു പതാക ആലോചിക്കുകയും നിർണയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി. പിങ്കളൈ വെങ്കയ്യ ആലോചിക്കുകയൊക്കെ ചെയ്ത് അത് പലരെയും കാണിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും അത്ര തൃപ്തികരമായിരുന്നില്ല. അപ്പോഴാണ് ഈ കോൺഗ്രസിൻ്റെ സമ്മേളനം ആന്ധ്രയിൽ നടക്കുന്നത്. അവിടെ ഗാന്ധിജി വന്നു. അപ്പോൾ ഈ പിങ്കളൈ വെങ്കയ്യ അദ്ദേഹത്തിനോട് ഈ ദേശീയ ഒരു പതാക ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും 2 നിറത്തിലുള്ള, അപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ട് ഗാന്ധിജിക്ക് കൂടി കണക്കാക്കിക്കൊണ്ട് 2 നിറത്തിലുള്ള ഒരു പതാക പിങ്കളൈ വെങ്കയ്യ തയ്യാറാക്കി. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 2 നിറം എന്ന നിലയിലായിരുന്നു ആ പതാക നിശ്ചയിച്ചത്. അങ്ങനെ അത് ഗാന്ധിജിക്കും ഇഷ്ടമായിരുന്നു. കാരണം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആ സമയത്ത് പ്രചാരണം നടത്തിയിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഒക്കെ ഗാന്ധിജിയാണല്ലോ. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു പിങ്കളൈ വെങ്കയ്യ ചുവപ്പ് നിറവും, അതായത് കുങ്കുമ നിറവും പച്ച നിറവും എന്നുള്ള കണക്കിൽ ഒരു പതാക തയ്യാറാക്കി കൊടുത്തത്. പക്ഷേ അത് കൊടുക്കുമ്പോൾ വൈകിപ്പോയത് കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് സമ്മേളനത്തിന് കഴിഞ്ഞില്ല. പിന്നീട് ഗാന്ധിജിക്ക് തോന്നി അത് തന്നെയല്ല, അതിന് മുന്നേ തന്നെ പതാകകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും ഈ 2 നിറത്തെക്കുറിച്ചുള്ള നേരത്തെ തന്നെ പിങ്കളൈ വെങ്കയ്യ തയ്യാറാക്കിയ പതാകയെക്കുറിച്ച് ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് ഇതാണ്. ആ ഗാന്ധിജിയുടെ വാക്കുകൾ ഞാൻ പറയാം. കുറച്ചുകൂടി പക്വതയോടെ പരിഗണിച്ചപ്പോൾ പശ്ചാത്തലം മറ്റു മതങ്ങളെ കൂടി പ്രതിനിധാനം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതായത് ആദ്യം നിശ്ചയിച്ചത് 2 മതവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും. അവരാണല്ലോ പ്രബല വിഭാഗം. അതിനെതിരെ ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും സിഖുകാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഗാന്ധിജിയും പറയുന്നത് അതാണ്, മറ്റ് മതങ്ങളെ കൂടി പ്രതിനിധാനം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഹിന്ദു മുസ്ലിം ഐക്യം ഒരു ഒഴിവാക്കൽ പദമല്ല,
മറിച്ച് ഇന്ത്യയെ സ്വന്തം നാടാക്കിയ എല്ലാ വിശ്വാസങ്ങളുടെയും ഐക്യം പ്രതീകവൽക്കരിക്കുന്ന സാഫല്യമായ പദമാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പരസ്പരം സഹിഷ്ണുതയാകാമെങ്കിൽ അതിൻ്റെ പ്രതീകമാണ് ആദ്യം പറഞ്ഞ പതാക. അങ്ങനെ ആകാമെങ്കിൽ അവർ ഒരുമിച്ച് മറ്റെല്ലാ വിശ്വാസങ്ങളോടും സഹിഷ്ണുത പുലർത്താൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇന്ത്യയിലോ ലോകത്തെവിടെയുമോ ഉള്ള മറ്റ് മതങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒന്നല്ല ഈ ഐക്യം. അതുകൊണ്ട് പശ്ചാത്തലത്തിൽ വെളുപ്പും പച്ചയും ചുവപ്പും വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. അതായത് മറ്റു മതങ്ങളെ എല്ലാം കൂടെ ചേർത്തിട്ട് വെളുപ്പും, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചുവപ്പും പച്ചയും, ഇങ്ങനെ 3 നിറം, വെള്ള, പച്ച, ചുവപ്പ്, ഇങ്ങനെ 3 നിറം വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു എന്ന് എല്ലാ മതങ്ങളെയും എന്നുവെച്ചാൽ വർഗീയ അടിസ്ഥാനത്തിലാണ് പതാക ആദ്യം ചർച്ച ചെയ്തതും ആലോചിച്ചതും നിർദ്ദേശങ്ങൾ വന്നതും എന്ന് അർത്ഥം. ഇത് ഗാന്ധിജി എഴുതിയത് യങ് ഇന്ത്യയിൽ 1921 ഏപ്രിൽ 13 ഗാന്ധിജി ഇത് എഴുതിയത്. 1921 ഏപ്രിൽ 13 21 നമുക്കറിയാം, ഖിലാഫത്തിന് തൊട്ട് മുൻപാണ് എന്ന് നമുക്കറിയാം ഈ സംഭവം. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാഞ്ഞ് നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സന്ദർഭവും കൂടെ കിട്ടിയത്. പക്ഷേ ആ സന്ദർഭത്തിൽ എല്ലാ മതങ്ങളെയും പ്രതിനിധീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ചർച്ച വന്നപ്പോഴാണ് മറ്റെല്ലാ ചെറിയ മതവിഭാഗങ്ങളെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളെയും പ്രതിനിധീകരിച്ച് വെള്ളയും, മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് പച്ചയും, ഹിന്ദുക്കളെ കേന്ദ്രീകരിച്ച് ചുവപ്പ് അഥവാ കുങ്കുമവും എന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശമായിരുന്നു. വീണ്ടും ഗാന്ധിജിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അതെങ്ങനെ വിന്യസിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത്. ഇതേ കത്തിന് ഈ ഏപ്രിൽ മാസത്തെ ഏപ്രിൽ 13 ഈ എഴുത്തിലാണ് ഗാന്ധിജി പറയുന്നത്, ഏറ്റവും ദുർബലമായ വിഭാഗം 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് വെള്ള മുകളിലാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്. മറ്റെല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും പറയുമ്പോൾ വളരെ ദുർബലമായ ചെറിയ ചെറിയ മതവിഭാഗങ്ങളെ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ജൂതന്മാർ, സിഖുകാർ എല്ലാവരെയും ചേർത്തിട്ട് വെള്ള. ഇസ്ലാമിൻ്റെ നിറം 2ാമത് വരുന്നു. അതായത് കുറച്ചുകൂടി പ്രബലമായ മതവിഭാഗം ഇസ്ലാമാണ്. അതുകൊണ്ട് അത് വെള്ളയുടെ അടിയിൽ പച്ച. ഹിന്ദുവിൻ്റെ നിറം ഒടുവിലും വരുന്നു. ഇതിൻ്റെ ആശയം ശക്തൻ ദുർബലന് ഒരു രക്ഷാകവചമായി വർത്തിക്കണം എന്നാണ്. മതങ്ങളെ പ്രതിനിധീകരിച്ച് തന്നെയാണ് ആദ്യമുണ്ടായ ത്രിവർണ പതാക എന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ. ഗാന്ധിയന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന, ഗാന്ധിജിയുടെ വ്യാജനാമം കൊണ്ടു നടക്കുന്നവരുടെ നേതൃത്വത്തിലുള്ള വിഡ്ഢിത്തം മാത്രം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാവുമോ? ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ മതങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടാണ് വെള്ളയും പച്ചയും കാവിയും അഥവാ കുങ്കുമവും എന്നുള്ളത്, അഥവാ ചുവപ്പ് എന്ന് തോന്നുന്ന ആ നിറം ചേർത്തത് എന്ന് ഗാന്ധിജിയാണ് പറഞ്ഞത് എന്നുള്ളത് മറന്നു പോകരുത്. ഗാന്ധിജി വീണ്ടും പറയുന്നു, നമ്മിൽ ഏറ്റവും ചുരുങ്ങിയവർക്ക് ഏറ്റവും മുന്നിലുള്ളവരുമായി തുല്യമായ പ്രാതിനിധ്യത്തിന് 3 നിറങ്ങൾക്കും ഡിസൈനിൽ ഒരേ പങ്ക് കൽപ്പിക്കുന്നു എന്നാണ് ഗാന്ധിജി ഈ ലേഖനത്തിൽ, യങ് ഇന്ത്യയിലെ ഈ ലേഖനത്തിൽ പറഞ്ഞത്. വർഗീയ അടിസ്ഥാനത്തിലാണ്, മതത്തിൻ്റെ പേരിലാണ് ത്രിവർണ പതാക ഉണ്ടാക്കിയത് എന്ന് ഗാന്ധിജിയുടെ വാക്കുകളെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ മാപ്രകൾക്ക്? എല്ലാവരെയും ഞാൻ മാപ്രയെന്ന് പറയുന്നില്ല. ആ ചാനലിലിരുന്ന് ഇങ്ങനെ വെറുതെ കുരയ്ക്കുകയോ ഒച്ച വെക്കുകയോ ബഹളം കൂട്ടുകയോ എതിരാളികളോടെന്ന പോലെ, ശത്രുവിനോടെന്ന പോലെ ചാനലിലെ അവതാരകർ പരസ്പരം ചർച്ചയെ ക്രോഡീകരിക്കുകയോ പരസ്പരം അതിനെ യോജിപ്പിച്ച് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വിയോജിപ്പുകൾ, മറ്റുള്ളവർ പറയുന്ന വിയോജിപ്പിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അവർ തന്നെ ആക്രമിക്കുന്ന തരത്തിലാണ്, അവതാരക തന്നെ ആക്രമിക്കുകയാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന മാന്യനോട്. അപ്പോൾ അതൊരു വൃത്തികെട്ട ഏർപ്പാടാണ്. പക്ഷെ അവരറിയാതെ പോയ ഇത്തരം കാര്യങ്ങൾ, പ്രാഥമികമായ പതാകയുടെ ചരിത്രമെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടി അവർ ആ ചർച്ചയ്ക്ക് ഇരിക്കാൻ. എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വിഷയം ചർച്ചയ്ക്ക് വെക്കാൻ പോകുമ്പം അതിൻ്റെ ഒരു പ്രാഥമിക പശ്ചാത്തലമെങ്കിലും, മുഴുവൻ ചരിത്രം ഒന്നും പറയും. ഇപ്പോൾ പ്രാചീന ഭാരതത്തിൻ്റെ പതാകകൾ ഏതായിരുന്നു, അതെങ്ങനെ ഉണ്ടായി വന്നതാണ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ സമീപകാലത്ത് എങ്ങനെയാണ് പതാക നിർണയം ഉണ്ടായത് എന്ന് തിരിച്ചറിയേണ്ടവരായിരുന്നു അവർ. അതുപോലും അറിയാതെ, ഭഗവധ്വജം എന്ന വാക്ക് പോലും പറയാൻ കെൽപ്പില്ലാതെ ആ
അഞ്ചക്ഷരം കൂട്ടിപ്പറയാനുള്ള വെളിവില്ലാതെ ചാനലിൽ ഇരുന്ന് അഹങ്കരിക്കുന്ന അത്തരം മാപ്രകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ എങ്കിലും മനസ്സിലാക്കേണ്ടതാണ്, ഈ ആദ്യത്തെ ത്രിവർണ പതാക എന്ന് പറയുന്നത് വർഗീയ അടിസ്ഥാനത്തിൽ നിർണയിച്ചതായിരുന്നു. പിന്നീട് അതിനുശേഷം ഇങ്ങനെ ഈ പതാകയൊക്കെ ഉപയോഗിച്ച് പോരുമ്പോഴും വീണ്ടും വലിയ ചർച്ചയുണ്ടായി. സിഖുകാർ പറഞ്ഞു ഞങ്ങളുടേത് മഞ്ഞ നിറമാണ്, അത് ചേർക്കണം. അങ്ങനെ പല മതവിഭാഗങ്ങളും വഴക്കുണ്ടാക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു അതിനുശേഷം. അപ്പോഴൊക്കെ ഈ ത്രിവർണ പതാകയാണ് ദേശീയ പതാക എന്ന നിലയിൽ കോൺഗ്രസ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരവേ 1931 ഏപ്രിൽ മാസം 2-ാം തീയതി 1931 ഏപ്രിൽ മാസം 2-ാം തീയതി കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി, അതായത് വർക്കിംഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഒരു പതാക കമ്മിറ്റിയെ നിർണ്ണയിക്കാൻ. ഈ ചർച്ച ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല, ഒരു പൊതു തീരുമാനം ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ദേശീയ പതാക എന്തായിരിക്കണം എന്ന് നിർണ്ണയിക്കാൻ ഒരു പതാക കമ്മിറ്റിയെ 1931 ഏപ്രിൽ മാസം 2-ാം തീയതി ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നിയമിച്ചു. ആ വർക്കിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ, അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രവും എഴുതിയിരിക്കുന്നത് 2 വോള്യങ്ങളായി. ആ ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ കൺവീനറും പിന്നെ അതടക്കമുള്ള 7 അംഗ കമ്മിറ്റിയാണ്. ആ 7 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് മാപ്രകളും ചരിത്രം അറിയാൻ താല്പര്യപ്പെടുന്ന സംസ്കാര സമ്പന്നരായ ആൾക്കാരും അറിഞ്ഞിരിക്കണം. ഞാൻ അതുകൊണ്ട് ആ പേരുകൾ വായിക്കാം. 1 ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ, 2 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 3 സർദാർ വല്ലഭായ് പട്ടേൽ, 4 മൗലാന അബ്ദുൽ കലാം ആസാദ്, 5 മാസ്റ്റർ താരാ സിംഗ്, 6 ഡോക്ടർ NS ഹർദീക്കർ, 7 DB കലേക്കർ. ഈ 7 കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്, വേറെ ആരും അതിനകത്തില്ല. അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള പട്ടേലും നെഹ്റു അടക്കമുള്ള 7 അംഗ കമ്മിറ്റിയാണ് ഈ പതാക നിർണയത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത്. കോൺഗ്രസ് നിയമിച്ചത്, വർക്കിംഗ് കമ്മിറ്റി നിയമിച്ചത്. അവർ പതാകയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരുന്നു. 1931 ജൂലൈ മാസമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, എന്തായിരിക്കണം പതാക എന്നുള്ളതിന്. അതുകൊണ്ട് അവർ 7 പേരും കൂടി ആലോചിച്ചൊരു പതാക നിർണ്ണയിക്കുകയായിരുന്നില്ല. അവരെന്ത് ചെയ്തു? പ്രമുഖ വ്യക്തികൾക്ക്, സംഘടനകൾക്കൊക്കെ ഒരു കത്തയച്ചു. പട്ടാഭി സീതാരാമയ്യ ഒരു കത്തയച്ചു. ആ കത്തിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം അറിയിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്തയക്കുകയും ഒക്കെ ചെയ്തു. ആ കത്തിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നെഹ്റു പറഞ്ഞു, അത് നിങ്ങളുടെ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഞാനുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുള്ളത് ഇപ്പോഴേ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: പതാക സാമുദായിക പരിഗണനകൾ വെച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്തതല്ലെന്ന് നാം നിസ്സംശയം വ്യക്തമാക്കണം. എന്ന് വെച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ചത് ഇനി അങ്ങനെ അല്ല എന്ന് പറയണം. അങ്ങനെ പറയാമോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യം അങ്ങനെയാണ് കൽപ്പിച്ചതെങ്കിലും ഇനി അങ്ങനെയല്ല എന്ന് പറയണം എന്നുള്ളതാണ് പട്ടാഭി സീതാരാമയ്യക്ക് വ്യക്തിപരമായി എഴുതിയ കത്താണ്, പരസ്യപ്പെടുത്തിയ കത്തല്ല. ആ കത്തിൽ നെഹ്റു വ്യക്തമാക്കുന്ന കാര്യം അതാണ്. ഒരു പക്ഷേ അല്പം മാറ്റം ആവശ്യമായിരിക്കാം, കാരണം അപ്പോൾ തർക്കം ഉണ്ടാവും, ഇതങ്ങനെയാണല്ലോ അന്ന് നിശ്ചയിച്ചത് എന്ന് പറയുന്നത് കൊണ്ട് ആ തർക്കിക്കുന്നവരെ ഒഴിവാക്കാൻ, അഥവാ തർക്കം ഒഴിവാക്കാൻ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയാലും വേണ്ടില്ല. ഈ മാറ്റം പക്ഷേ ഇപ്പോഴത്തെ പതാകയെ അധികം ബാധിക്കുന്ന വിധമാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മറ്റ് ചില രാജ്യങ്ങളുടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു. അതുപോലെ മറ്റൊരു അഭിപ്രായം പറഞ്ഞത്, വെളുപ്പ് നിറം മുകളിൽ വരുന്ന ഇപ്പോഴത്തെ രൂപം നന്നല്ല. കാരണം ഒരു നിറത്തിൻ്റെ പശ്ചാത്തലമില്ലാതെ വെളുപ്പ് എടുത്തു കാട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് തരത്തിൽ നോക്കിയാലും വെളുപ്പ് ഒന്നുകിൽ മധ്യത്തിൽ വരണം, അല്ലെങ്കിൽ മാറ്റി പകരം മറ്റൊരു നിറം കൊടുക്കണം. 5-6 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. 7 പോയിന്റാണ് നെഹ്റു പറഞ്ഞത്. അതിൽ 2-3 ഞാനിപ്പോൾ വായിച്ചത്. ബാക്കിയുള്ളത് മറ്റൊരു രാജ്യത്തെ ബൾഗേറിയൻ പതാകയുടെ ഒരു രൂപത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ 5-ാമത് പറഞ്ഞത്, വെളുപ്പിൻ്റെ സ്ഥാനത്ത് ബസന്തി നിറമോ ഇളം കുങ്കുമ നിറമോ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സിഖുകാർ അവരുടെ നിറമെന്ന നിലയിൽ ഇത് ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ബസന്തി നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം കലർന്ന ഒരു കാവി പോലത്തെ നിറമായിരിക്കണം.
ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടല്ല എൻ്റെ ഈ നിർദ്ദേശം. സിഖുകാർ ഇങ്ങനെ ഒരു നിറം വേണം എന്ന് ശഠിക്കുന്നത് കൊണ്ടല്ല എൻ്റെ ഈ നിർദ്ദേശം. മറിച്ച് ഇത് പുരാതനമായൊരു ഭാരതീയ വർണ്ണമാണെന്നതുകൊണ്ടും, എന്നുവെച്ചാൽ ഏതാണ്ട് കാവ്യ നിറം വരുന്ന ആ നിറം പുരാതനമായ ഭാരതീയ വർണ്ണമാണെന്നതുകൊണ്ടും നമ്മുടെ പഴയ ചരിത്രത്തിൽ ഇത് ത്യാഗപൂർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാലുമാണ്. ഭാരതത്തിൻ്റെ പ്രാചീന ചരിത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ബസന്തി നിറം വേണം എന്ന് ഞാൻ പറയുന്നത്. വെള്ളയ്ക്ക് പകരം അതായാൽ നന്ന്. കൂടാതെ ഈ നിറം ഭാരതീയ വനിതകൾ സ്വീകരിച്ചിട്ടുള്ളതാകയാൽ ഇത് സ്വീകരിക്കുന്നത് ഇന്ത്യൻ സ്ത്രീകളോടുള്ള ആദരവായിരിക്കും. അതായത് ഈ കുങ്കുമ നിറത്തെ ആണല്ലോ പറയുന്നത്, ഏതാണ്ട് ഈ പറഞ്ഞു വരുന്നത് അതാണ്. ഈ കുങ്കുമമായിട്ടോ ചുമപ്പെന്ന് പറയുന്നതും കാവി എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് അതിൻ്റെ കടുപ്പത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ഈ വാക്കുകൾ മാറുന്നത്. അപ്പോൾ ഈ കുങ്കുമത്തിൻ്റെ ദൃഷ്ടിയിലായിരിക്കണം നെഹ്റു ഇത് പറഞ്ഞത്. സ്ത്രീകൾ കുങ്കുമം തൊടാറുണ്ടല്ലോ, ഭാരതീയ സ്ത്രീകൾ. ഇപ്പോൾ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂരം, അതിൻ്റെ നിറമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നെഹ്റു പറയുന്നത് സ്ത്രീകൾ തൊടുന്ന ആ സിന്ദൂരത്തിനെ കൂടി പ്രതിനിധീകരിക്കുന്ന നിറമാണ് എന്നുള്ളത് കൊണ്ട് ആ നിറം വരുന്നതാണ് നല്ലത് വെള്ളയ്ക്ക് പകരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഹ്റുവിൻ്റെ കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. എൻ്റെ ആശയം എന്താണെന്ന് ഏകദേശ രൂപം ഞാൻ ഇതിനാൽ അവതരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്ത് അയക്കുകയാണ് ഇദ്ദേഹത്തിന്. ഇതെല്ലാം കേട്ടത് മാത്രമല്ല, പിന്നീട് ഒരു പൊതുവായ കത്ത് പട്ടാഭി സീതാരാമയ്യ PCCകൾക്ക് മുഴുവൻ അയക്കുന്നു. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക്, പിന്നീട് പ്രമുഖ വ്യക്തികൾക്ക്, പ്രമുഖ സ്ഥാപനങ്ങൾക്ക് ഒക്കെ അയക്കുന്നു. ആ ദേശീയ പതാകയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രമേയം 1931 ഏപ്രിൽ 2-ാം തീയതി നടന്ന യോഗത്തിൽ പാസാക്കിയ വിവരം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ എന്ന് വെച്ചാൽ ഈ ആൾക്കാർക്ക് കത്തയക്കുകയാണ് പട്ടാഭി സീതാരാമയ്യ. അതിനു മുമ്പ് പറയുകയാണ്, ഈ ഏപ്രിൽ മാസം 2-ാം തീയതി പാസാക്കിയ കോൺഗ്രസ് കമ്മിറ്റി പാസാക്കിയ പ്രമേയത്തെ ഞാൻ ഇവിടെ വീണ്ടും അവതരിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ദേശീയ പതാക പ്രചാരം കൊണ്ടും പ്രയോഗം കൊണ്ടും പ്രസിദ്ധി നേടിയെങ്കിലും അതിലെ 3 നിറങ്ങൾ സാമുദായിക അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ടതാണെന്ന പേരിൽ എതിർപ്പുണ്ടായിട്ടുള്ള സ്ഥിതിക്ക് വർക്കിംഗ് കമ്മിറ്റി ഈ എതിർപ്പുകൾ പരിശോധിക്കാനും കോൺഗ്രസിന് സ്വീകാര്യമായ ഒരു പതാകയെക്കുറിച്ച് തീരുമാനിക്കാനുമായി ഒരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു. ആവശ്യമെന്ന് തോന്നുന്ന തെളിവുകൾ പരിശോധിക്കാനുള്ള അധികാരം കമ്മിറ്റിക്കുണ്ടായിരിക്കും. ശുപാർശകളും റിപ്പോർട്ടുകളും 1931 ജൂലൈ 31 മുമ്പ് വർക്കിംഗ് കമ്മിറ്റിക്ക് നൽകേണ്ടതാണ് എന്ന് പറഞ്ഞ് അതാണ് പ്രമേയം. ഈ വിഷയത്തിൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയക്കുകയും ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കത്തയക്കുന്നത്. അതിലെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്, 3 നിർദ്ദേശങ്ങളാണ്. കമ്മിറ്റി പരിഗണിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രവിശ്യയിലെ ഏതെങ്കിലും ജനവിഭാഗങ്ങൾ ദേശീയ പതാകയുടെ രൂപമാതൃകയെക്കുറിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണത്? പതാകയ്ക്ക് കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കാവുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? 3, ഇപ്പോൾ നിലവിലുള്ള ഡിസൈനിൽ എന്തെങ്കിലും പോരായ്മയോ കുഴപ്പമോ ഉള്ളതായി തോന്നുന്നുണ്ടോ? കുറിപ്പ്: നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയക്കുമ്പോൾ സ്വന്തം ആശയങ്ങൾ വ്യക്തമാക്കുന്ന ഒരു പതാക തുണിയിലായാൽ നന്ന്, ഒപ്പം അയച്ചാൽ നന്നായിരിക്കും. PCCകളും പൊതുജനങ്ങളും മെയ് അവസാനത്തോടെ മറുപടി അയക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം കമ്മിറ്റി നിങ്ങളോട് നേരിട്ട് വിവരങ്ങൾ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടേക്കാം. ആത്മാർത്ഥതയോടെ ബി. പട്ടാഭി സീതാരാമയ്യ, കൺവീനർ, പതാക കമ്മിറ്റി. ഇതാണ് 1931 പതാക കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ടുള്ള പ്രമേയം. ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടാഭി സീതാരാമയ്യ രാജ്യമെമ്പാടുമുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ അയച്ച കത്ത്, ആ കത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെ മോഡൽ അവതരിപ്പിക്കണമെന്ന് പറയുന്നു. ആ കത്തിൻ്റെ കൂടെ ആ കത്തിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നു, നേരത്തെ നിശ്ചയിച്ച ഈ ത്രിവർണ്ണ പതാക മത അടിസ്ഥാനത്തിലുള്ള സാമുദായിക അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ആക്ഷേപമുണ്ട്, അതുകൊണ്ട് അതിനെ മാറ്റേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഈ അഭ്യർത്ഥന രാജ്യമെമ്പാടും പട്ടാഭി സീതാരാമയ്യ അയച്ചത്. അതിനിടയിൽ ജവഹർലാൽ നെഹ്റു സ്വകാര്യമായി പട്ടാഭിക്ക് അയച്ച കത്തിൻ്റെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ചോദ്യാവലിക്ക് മറുപടിയായി 50-ലേറെ നിർദ്ദേശങ്ങൾ ലഭിച്ചു. എന്നിട്ട് എന്തുണ്ടായി?
അനേകം പേരും നിലവിലുള്ള പതാക നേരിയ മാറ്റത്തോടെ സ്വീകരിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. 50-ലധികം അഭിപ്രായങ്ങൾ വന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ നിലവിലുള്ള പതാകയ്ക്ക് വരുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനത്തെ പോയിന്റ് ഇതാണ്: ദേശീയ പതാക കമ്മിറ്റി എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ചെങ്കിലും തികച്ചും പുതിയൊരു മാതൃകയാണ് ശുപാർശ ചെയ്തത്. ഒറ്റ കുങ്കുമവർണ്ണത്തിൽ മുകളിൽ ഇടതുഭാഗത്തായി ചെറിയൊരു നീലച്ചർക്കയുടെ ചിത്രമുള്ളതായിരുന്നു അത്. പട്ടാഭി സീതാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ജവഹർലാൽ നെഹ്റുവും പട്ടേലും അബ്ദുൽ കലാം ആസാദും അടക്കമുള്ള 7 അംഗ പതാക കമ്മിറ്റി ഏകകണ്ഠമായി നിർദ്ദേശിച്ച പതാക ഭാരതത്തിൻ്റെ ദേശീയ പതാകയായിട്ട് അവർ നിർദ്ദേശിച്ചത് ദീർഘചതുര പുതിയൊരു മാതൃക, ഒറ്റ കുങ്കുമവർണ്ണത്തിൽ മുകളിൽ ഇടതുഭാഗത്തായി, അതായത് ദീർഘചതുരാകൃതിയിലുള്ള കുങ്കുമ നിറത്തിലുള്ള പതാകയാണ്. അതിൽ മുകളിൽ ഇടതുഭാഗത്തായി മൂലയിൽ ചർക്ക അടയാളപ്പെടുത്തണം. എന്ന് വെച്ചാൽ ആധുനിക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടയാളമായി നീല നിറത്തിലുള്ള ഒരു ചർക്ക മൂലയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള കുങ്കുമ പതാകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കാവി പതാകയാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നിയമിച്ച പതാക കമ്മിറ്റി ഏകകണ്ഠമായി പാസാക്കി അവതരിപ്പിച്ചത്. കാവി പതാക RSS തീരുമാനിച്ചത്? കാവി പതാക RSSൻ്റേതാണോ? ത്രിവർണ പതാക എന്ന് പറയുന്നത് വർഗീയ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ആരാ പറഞ്ഞത്? RSS പറഞ്ഞതല്ല, BJP പറഞ്ഞതല്ല, ജനസംഘം പറഞ്ഞതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ വായിച്ചത് മുഴുവൻ. എന്നിട്ട് അതുപോലും അറിയാതെ കാവി പതാക RSSൻ്റെയാണ്, RSSകാർ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്, വർഗീയതയാണ്, ചപ്പാണ്, ചവറാണ് എന്നൊക്കെ പറയാൻ ലജ്ജയില്ലാത്ത ഈ കൂപമണ്ഡുകങ്ങൾ ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിച്ച് ശത്രുക്കളോടെന്ന പോലെ പെരുമാറുന്ന മാന്യത കെട്ട മാപ്രകളല്ല ഭാരതത്തിൻ്റെ പതാക കാവി പതാക ആയിരിക്കണമെന്ന് തീരുമാനിച്ചത്. ആ മാപ്രകൾക്ക് അറിയുന്ന അവരാരോപിക്കുന്നത് പോലെ RSSും അല്ല. പിന്നെയോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തീരുമാനമായിരുന്നു അത്. പിന്നീട് വീണ്ടും അത് വർഗീയ വിഷയത്തിലേക്ക് വന്നപ്പോഴാണ് അത് ഇപ്പോൾ നമ്മൾ കാണുന്ന ത്രിവർണ പതാകയായി മാറിയത്. കാവി പതാകയെ പിന്നീട് വന്നപ്പോൾ മുസ്ലിം ലീഗ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിനെ എതിർത്തു. കാവി മാത്രമായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വന്ദേ മാതരത്തിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലതും ഉണ്ടായല്ലോ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വർഗീയവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ഈ 7 അംഗ പതാക കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ ചവറ്റുകൊട്ടയിലേക്ക് പിന്നീട് മറ്റ് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചേർന്ന് വലിച്ചെറിഞ്ഞത് വർഗീയ പ്രീണനത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്ന ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട്. ആയിക്കൊള്ളട്ടെ. പക്ഷേ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ 1950 നമ്മൾ റിപ്പബ്ലിക് ആയപ്പോൾ ഈ പതാകയ്ക്ക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പുതിയ ഒരു വ്യാഖ്യാനം നൽകി. സമാധാനത്തിൻ്റെയും ഭാരതത്തിൻ്റെ പൈതൃകമായ കാവിയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹരിതാഭമായ ഭാരതത്തിൻ്റെ കാർഷിക പശ്ചാത്തലത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹരിത നിറവും സംസ്കാരത്തിൻ്റെ പ്രതീകമായി കാവിയും സമാധാനത്തിൻ്റെയും ലോകത്തോടുള്ള നമ്മുടെ സമീപനത്തിൻ്റെയും ഭാഗമായി വെള്ളയും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ടാണ് ത്രിവർണ പതാകയെ പിന്നീട് ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത്. ആദ്യം കോൺഗ്രസ് തീരുമാനിച്ച പതാകയല്ല 50-ൽ പിന്നീട് ഭരണഘടന പ്രഖ്യാപിച്ച പതാക. അത് രണ്ടും രണ്ടർത്ഥമുള്ള ത്രിവർണ പതാകയാണ് എന്ന ചരിത്രവും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ ത്രിവർണ പതാകയുടെ ചരിത്രവും ഉണ്ടായത് ഇങ്ങനെയാണ്. പക്ഷേ കുങ്കുമ പതാക കാവി പതാക എന്നുള്ളത് RSS നിർദ്ദേശിച്ചതല്ല എന്ന സാമാന്യ വിവരമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ന്
ചർച്ചകൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ആ ചർച്ച നയിക്കാനെന്ന വ്യാജേന ഇരുന്ന് തങ്ങളുടെ ഉള്ളിലുള്ള വർഗീയ വിഷത്തെ ഛർദ്ദിക്കുന്ന, വെറുപ്പിൻ്റെ വിഷത്തെ ഛർദ്ദിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും എങ്കിലും അറിഞ്ഞിരിക്കാൻ, അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ദയവായി ഭഗവധ്വജത്തെക്കുറിച്ചോ ഭഗവപതാകയെക്കുറിച്ച്, ദേശീയ പതാകയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ വിവരക്കേടുകൾ വിളമ്പരുത്. RSSനെ തെറി വിളിക്കണം, നിങ്ങൾ വേറെന്തെങ്കിലും കാരണം പറഞ്ഞ് തെറി വിളിക്കുക, അല്ലെങ്കിൽ ചുമ്മാ തെറി വിളിക്കുക. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംഘി ആണ് എല്ലാത്തിൻ്റെയും കാരണക്കാരെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ രൂപങ്ങളും പുരുഷ രൂപങ്ങളും ആണ്ട ഈ വികൃത രൂപങ്ങൾ ഇത്തരം നുണപ്രചാരണം നടത്തി സാമാന്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത്. നമസ്കാരം.